ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ഹാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാഷൻ ഹാക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ മുകളിൽ കാർട്ടിലിടാം. ഈ അടുത്ത് നമ്മൾ സാരി വീഡിയോ ഒക്കെ ചെയ്യണ്ടായില്ലേ, അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഉയരം തോന്നിപ്പിക്കാവുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് ഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ട് തന്നെ തുടങ്ങണം. ഉയരം കൂടിയാലാണ് ഭംഗി എന്നുള്ളതില്ല. ഉയരം കൂടിയാലും കുറഞ്ഞാലും തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ഭംഗി തന്നെയാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തന്നെയാണോ നമ്മുടെ ബോഡിയെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് തരാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പൊക്കം തോന്നിപ്പിക്കാവുന്ന തരത്തിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. ലൈക്ക് റെഗുലർ ഡ്രസ്സിങ്ങിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ച് നമുക്ക് ഡിഫറൻസ് തോന്നിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ 5'1" ആണ്. പക്ഷേ ഒബ്വിയസ്ലി വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ പറ്റാറില്ല. എനിക്ക് നല്ല പൊക്കമുള്ള പോലെയാണ് എല്ലാവരുടെ മനസ്സിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പലപ്പോഴും നമ്മുടെ എല്ലാവരും കാണുമ്പോൾ ഫസ്റ്റ് വരുന്ന റിയാക്ഷൻ തന്നെ, അയ്യോ അശ്വതി ഇത്ര പീക്കരിയാണ്. ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പൊക്കമുള്ളതുപോലെ തോന്നിപ്പിക്കണത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ടോപ്പ്, ടീഷർട്ട്സ് അങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിവതും വീനക്ക് കൊടുക്കുക. വീനക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നെക്കൊക്കെ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് കുറച്ചുകൂടി പൊക്കമുള്ള പോലെ തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. റൗണ്ട് നെക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ലൈക്ക് നമ്മുടെ നോർമൽ പൊക്കം തന്നെയായിട്ടാണ് കാണിക്കുക. ഇനി വീനക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ കുറച്ച് ബ്രോഡ് നെക്ക്, ഇങ്ങനത്തെ നല്ല കുറച്ച് ബ്രോഡായിട്ടുള്ള സ്ക്വയർ നെക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ബ്രോഡായിട്ടുള്ള സ്ക്വയർ നെക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് വണ്ണം തോന്നിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെലിഞ്ഞ ആൾക്കാർക്ക് ദി ബെസ്റ്റ് നെക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ബ്രോഡായിട്ടുള്ള നെക്കായിരിക്കും. ഇങ്ങനത്തെ അല്ല, ഇങ്ങനത്തെ സ്ക്വയർ ആയിട്ട് വരുന്ന ബ്രോഡ് നെക്കായിരിക്കും. പക്ഷെ വണ്ണം തോന്നിപ്പിക്കേണ്ട എന്നാണെങ്കിൽ പൊക്കം മാത്രം തോന്നിപ്പിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മുടി ഒന്ന് ഇതേപോലെ ഫ്രണ്ടിൽ കിട്ടാൻ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രോഡ്നെസ് ഒന്ന് കുറയ്ക്കുകയും ചെയ്യും, എന്നാൽ പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞു ടിപ്പാണ്, പക്ഷേ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അടുത്തതെന്ന് പറയുന്നത് പാൻസിൻ്റെ കാര്യമാണ് കേട്ടോ. പാൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ പ്ലാസോ പാൻസ് ഇല്ലേ, അത് ഭയങ്കര വൈഡായിട്ടുള്ള പ്ലാസോ പാൻസ് എടുത്തു കഴിഞ്ഞാൽ പൊക്കം കുറച്ച് കുറവായിട്ട് തോന്നിപ്പിക്കുകയാണ് ചെയ്യുക. അതിന് പകരം പ്ലാസോ പാൻസ് തന്നെ എടുക്കാം, പക്ഷെ കുറച്ചൊന്ന് വിഡ്ത്ത് കുറയ്ക്കുക. ഇനി അതല്ല, വൈഡായിട്ടുള്ള പ്ലാസോ പാൻസ് എടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഹീൽസ് ഇടുക. ഹീൽസ് ഇട്ടിട്ട് ഈ വൈഡായിട്ടുള്ള പ്ലാസോ നമ്മുടെ ഹീൽസിനെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ നല്ല പൊക്കം തോന്നിപ്പിക്കും. അപ്പോൾ അതായത് നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ചെരുപ്പിൻ്റെ ഹീലോട്ട് കാണൂല, എന്നാൽ ലൈക്ക് നമുക്ക് പ്ലാസോ പാൻസ്, വൈഡായിട്ടുള്ള പ്ലാസോ പാൻസ് വന്നിട്ട് അത് കവർ ചെയ്യണ കാരണം നമുക്ക് നല്ലോണം പൊക്കമുള്ള പോലെ തോന്നിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസോ പാൻസ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലാറ്റ്സ് ആണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നായിട്ടുള്ള പ്ലാസോ പാൻസ് ആയിരിക്കും. തിന്നായിട്ട് വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത് കുറവുള്ളത് എടുക്കുക. ഇനി അതല്ല, നമ്മൾ വൈഡായിട്ടുള്ള പ്ലാസോ പാൻസ് ആണെങ്കിൽ എന്തായാലും നല്ല ഹീൽസ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സിഗരറ്റ് പാൻസ് ഇല്ലേ, സിഗരറ്റ് പാൻസ് ഭയങ്കര നല്ലതാണ് പൊക്കം കൂടുതൽ തോന്നിപ്പിക്കാനായിട്ട്. ഇനി സിഗരറ്റ് പാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മെലിഞ്ഞ് വരും, താഴെ ചിലപ്പോൾ സ്ലിറ്റ് ഉണ്ടാവും, ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യുക. എന്നാൽ ലെഗിങ്സ് പോലെ അങ്ങനെ ഒട്ടി നിൽക്കില്ല. അങ്ങനത്തെ പാൻസാണ് സിഗരറ്റ് പാൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രൗസേഴ്സും നമുക്ക് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് നല്ലൊരു സംഗതിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇൻ ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കഴിവതും ഇപ്പോൾ ഇനി ചുരിദാഴ്സിനൊക്കെ ഇങ്ങനെ പാൻസ് തയ്പ്പിക്കുമ്പോൾ ചുരി ബോട്ടത്തിനെക്കാട്ടിനും പകരം ഈ ചുരി ബോട്ടൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കം കുറവ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ കഴിവതും സിഗരറ്റ് പാൻസോ അല്ലെങ്കിൽ ഈവൻ ട്രൗസേഴ്സ് പോലെയൊക്കെ തുന്നിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ജീൻസ് ആണെങ്കിലും ശരി, എപ്പോഴും കഴിവതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആങ്കിൾ ലെങ്ത്തിൽ നിൽക്കുന്ന ജീൻസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ചുരുക്കി നിൽക്കില്ലേ, അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. പാൻസിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പൊക്കം ഉള്ളതുപോലെ തോന്നിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ജീൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ജീൻസ് മാത്രമല്ല ഏത് പാൻസ് ആണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള
ജീൻസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജെഗിങ്സ്, ഇനി ഹൈ വേസ്റ്റഡ് അല്ലെങ്കിൽ പോലും മിഡ് വേസ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക, ഒരിക്കലും ലോ വേസ്റ്റ് ആയിട്ടുള്ളത് എടുക്കാണ്ടിരിക്കുക. അത് ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കും കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ടീഷർട്ടൊക്കെ നല്ല ടക്കിൻ ചെയ്യുകയാണെങ്കിൽ, ടീഷർട്ടും ജീൻസും ഇടുമ്പോൾ ടീഷർട്ട് ഒന്ന് ടക്കിൻ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല കൂൾ ലുക്കാണ് കേട്ടോ. ലോ വേസ്റ്റ് ആകുമ്പോൾ എപ്പോഴും അത് കംഫർട്ടബിൾ ആയിന്നും വരില്ല. അപ്പോൾ ഹൈ വേസ്റ്റ് ആണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ജീൻസിൻ്റെ കാര്യം വരുമ്പോൾ ഹൈ വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് ആണെങ്കിലും ശരി, ജഗിങ്സ് ആണെങ്കിലും ശരി, ഇതൊക്കെ കഴിവതും ഹൈ വേസ്റ്റ് അല്ലെങ്കിൽ മിഡ് വേസ്റ്റ്, നോർമൽ ആയിട്ടുള്ള മിഡ് വേസ്റ്റിൽ വരില്ലേ, അപ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ്ലി കുറച്ചും കൂടി പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അതേപോലെ തന്നെ പാൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു സ്ട്രൈപ്പ് പാൻസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. അത് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. ലൈക്ര മെറ്റീരിയൽ ഈ പ്ലാസോ പാൻസ് ഇല്ലേ, അതിങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വരും, എസ്പെഷ്യലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആയിട്ട് വരും. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് ബോംബെയിലൊക്കെ പോയപ്പോൾ എത്ര എണ്ണം അങ്ങനത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി ഓൺലൈനായിട്ടും ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നതാണ്. സ്ട്രൈപ്സ് ആയിട്ടുള്ള പാൻസ് എടുക്കുക, അല്ലെങ്കിൽ സ്ട്രൈപ്സ് ആയിട്ടുള്ള സിഗരറ്റ് പാൻസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആകുമ്പോൾ നമുക്ക് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് എസ്പെഷ്യലി പാൻസിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ്. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ പാൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അതേപോലെ തന്നെ ജീൻസിൻ്റെ കാര്യം പറയുമ്പോൾ കഴിവതും ഡാർക്ക് ഡെനിംസ് ഉണ്ടല്ലോ, അതായത് കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഡെനിം ആകുമ്പോൾ കുറച്ചും കൂടി പൊക്കം തോന്നിപ്പിക്കും കേട്ടോ. ഇത് ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ അപ്പോൾ പറയുന്ന ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ സംശയം തോന്നി കേട്ടോ, ഡാർക്ക് കളറിലുള്ള ജീൻസ് ഇട്ടാൽ അങ്ങനെ പൊക്കത്തിൽ വ്യത്യാസം തോന്നും. പക്ഷെ സത്യമായിട്ടും ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു ലൈറ്റ് ഡെനിം ഇടുന്നതിനെക്കാട്ടിലും നമുക്ക് പൊക്കത്തിൽ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് തോന്നിക്കാനായിട്ട് ഡാർക്ക് കളർ ഡെനിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, ഒരു ഡാർക്കർ ഷെയ്ഡിൽ, അല്ലാണ്ട് ഇങ്ങനെ വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ബ്ലൂസ് ഉണ്ടല്ലോ, ഭയങ്കര ഇങ്ങനെ ഡൾ ആയിട്ടുള്ള ബ്ലൂസ് ഒക്കെ എടുക്കില്ലേ നമ്മൾ ഡെനിംസ്, അതിനെക്കാട്ടിലും നന്നാവുക, പൊക്കം തോന്നിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി നന്നാവുക ഡാർക്കർ കളറിലുള്ള ഡെനിംസ് എടുക്കണമെന്നാണ് കേട്ടോ. അടുത്തത് കുർത്താസ് അല്ലെങ്കിൽ അനാർക്കലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിവതും എ ലൈൻ ആയിട്ടുള്ള കുർത്തിയൊക്കെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒറ്റൊരു പാറ്റേണിൽ എ ലൈൻ ആയിട്ട് വരില്ലേ ഇങ്ങനെ, അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊക്കം തോന്നിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അനാർക്കലി എടുക്കുകയാണെങ്കിലും കഴിവതും സോളിഡ് കളേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. അതായത് യോക്ക് വരെ ഒരു പീസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കളറ്, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൊക്കം കുറവാണ് തോന്നിപ്പിക്കാം. അപ്പോൾ അനാർക്കലി എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ യോക്കിൻ്റെ ഭാഗം വരെ ഇങ്ങനെ ബസ്റ്റിന് താഴെയായിട്ട് അത് കട്ട് ചെയ്യാണ് ചെയ്യുക ഫാബ്രിക്. അവിടെ ഒരു കട്ടായതിനു ശേഷം പിന്നെ അവിടേക്ക് താഴേക്ക് വേറെ ഫാബ്രിക്, അങ്ങനെയല്ലേ വരിക. അപ്പം അങ്ങനെ തന്നെ വരുമ്പോൾ നമ്മൾ പൊക്കൊന്ന് ഇത് കട്ട് ചെയ്ത് വരികയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പൊക്കം കുറവുള്ള പോലെയാണ് തോന്നിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സാണ്, ഇവിടെ വരെ ഒരു കളർ, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ കളർ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നമ്മുടെ പൊക്കം കുറവുള്ള പോലെയാണ് തോന്നിപ്പിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അനാർക്കലി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കഴിവതും ഒറ്റൊരു കളറിലുള്ളതോ അല്ലെങ്കിൽ ഒറ്റൊരു പാറ്റേണിലുള്ളതോ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പൊക്കം കട്ട് ചെയ്യാത്ത പോലെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി യോജിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുർത്തി അതിൻ്റെ ഒപ്പം നമ്മൾ പാൻസ് ഇടുമ്പോൾ സോളിഡ് കളേഴ്സ്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ഓൺ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ഓൺ റെഡ് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. ഇതന്നെ നമ്മുടെ സാരിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോളിഡ് കളേഴ്സുള്ള സാരി, ഒറ്റൊരു കളറുള്ള സാരി എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊക്കം തോന്നിപ്പിക്കുന്ന നമ്മുടെ സാരി ഡ്രീപ്പിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിൽ പറയുണ്ടായില്ലേ, അതേപോലെ തന്നെ ഈ കുർത്തി ഈവൻ പ്ലാസോസ് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഒറ്റൊരു സോളിഡ് കളറിൽ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരേ കളർ ടോപ്പ് ഒരേ കളർ ബോട്ടം ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൊക്കം തോന്നിക്കാനും സഹായിക്കും. അത് മാത്രമല്ല ഒറ്റൊരു സോളിഡ് കളറിൽ ഇടുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ഒരു കുഞ്ഞി പാർട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിവതും ഒരേ കളറിലുള്ള റോ സിൽക്കിൻ്റെ ടോപ്പും ബോട്ടമും എടുക്കാൻ ശ്രദ്ധിക്കും. റോ സിൽക്ക് തന്നെ വേണമെന്നില്ല, ചന്തേരി സിൽക്ക് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. അങ്ങനെ ഒരേപോലെ ഉള്ളത് എടുത്തിട്ട് അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് കളർ ദുപ്പട്ട എടുത്തിട്ട് നല്ല ഒരു ലൈക്ക് നല്ല വർക്കുള്ള ദുപ്പട്ട, അപ്പം അങ്ങനെ പെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ഇനി നമുക്ക് ചെരുപ്പിൻ്റെ കാര്യം എടുക്കാം കേട്ടോ. ഒബ്വിയസ്ലി ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ പൊക്കം തോന്നിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് കവർ ചെയ്തിട്ടുള്ള ചെരുപ്പുകൾ എടുക്കുകയാണെങ്കിൽ അത് കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ. സാധാരണ ഇങ്ങനെ നമ്മൾ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഷൂസൊക്കെ ഇല്ലേ, ഷൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ചെരുപ്പുകളില്ലേ നമ്മുടെ ടോസൊക്കെ കാണുന്നത്, അതല്ല പകരം
ടോസ് മറിഞ്ഞിട്ടുള്ള ഷൂസ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചുകൂടി ഒന്ന് കൂർത്തിട്ടുള്ളതും കൂടിയാണെങ്കിൽ കുറേ കൂടി നല്ലതാണ്. അങ്ങനത്തെ ഷൂസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നമുക്ക് ഇൻസ്റ്റൻ്റ്ലി പൊക്കം തോന്നിപ്പിക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ന്യൂഡ് ഷൂസ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ന്യൂഡായിട്ട് പോയിൻറ്റഡ് ഹീൽസ് വേണമെന്നില്ല, സാധാരണ ഹീൽസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ന്യൂഡ് ഷെയ്ഡിലാണെങ്കിൽ നമുക്ക് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. അത് കുറച്ച് പാടാണ് കേട്ടോ കിട്ടാൻ. ഞാൻ കുറേ തപ്പിയിട്ട് എൻ്റെ കാലിന് പാകമായിട്ടുള്ള ന്യൂഡായിട്ടുള്ള ഷൂസ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ടോസ് കവർ ചെയ്യുന്ന ഷൂസ് ഭയങ്കര എളുപ്പത്തിൽ കിട്ടണതല്ലേ, അത് എന്തായാലും നമുക്ക് മേടിച്ചു വയ്ക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും അത്. അപ്പം അങ്ങനത്തത് നമ്മൾ ചെരുപ്പ് എവിഡൻ്റ്ലി കാണുന്ന ഡ്രസ്സുകളാണ് ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടോസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ചെരുപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തോന്നും. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴും കുറച്ചും കൂടി ഒന്ന് ഹൈ ബണ്ണില്ലേ, അത് കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി പൊക്കം തോന്നിപ്പിക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ സൈഡ് വകച്ചിലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ അത് നമ്മുടെ സാരി ഡ്രിപ്പിംഗ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ഹെയർ സ്റ്റൈൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഹെയർ സ്റ്റൈൽ എപ്പോഴും കുറച്ചും ഇങ്ങനെ പോണിറ്റെയിലാണെങ്കിൽ കുറച്ച് പൊക്കി കെട്ടുക. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹൈ ബൺ, ഈ വകച്ചിലെടുക്കുമ്പോൾ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഡിഫറൻസ്, കുഞ്ഞ് ഡിഫറൻസ് ആണെങ്കിലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോണ്ട് തെറ്റില്ല, നമുക്ക് ഒരു ഹാമും ഇല്ലല്ലോ ട്രൈ ചെയ്ത് നോക്കണോണ്ട്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അടുത്ത സ്കേർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എ ലൈൻ സ്കേർട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. പെൻസിൽ സ്കേർട്ട്സ് ഒക്കെ ഇല്ലേ, ഇങ്ങനെ വരുന്ന ഷേപ്പിൽ വരുന്ന സ്കേർട്ട്സ്, അതൊക്കെ നമുക്ക് നന്നായിട്ട് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റദർ ദാൻ ഇങ്ങനെ പ്ലാന്ന് കിടക്കുന്ന സ്കേർട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ പൊക്കം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോർമലായിട്ട് തന്നെയാണ് കാണിക്കുക. ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഫ്ലെയർ ആയിട്ട് വരുന്നതിന് പകരം ഇങ്ങനെ വരുന്ന സ്കേർട്ട് എന്ന് പറയുന്നത് നമുക്ക് പൊക്കം തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കുട്ടി ടിപ്സാണ് കേട്ടോ. ഭയങ്കര നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മേടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ തെറ്റില്ല. കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കുന്നതിനെക്കാട്ടും മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ്സ് പറയാം. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് സെലക്ട് കോസ്റ്റ് എന്നിട്ട് മേടിച്ചോ. പക്ഷെ ഭയങ്കര പ്ലാന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പായിരുന്നു. എന്നിട്ട് നമ്മളിത് വെട്ടി ഇതിനെ ഈ പരുവത്തിലാക്കിയതാണ്, വെട്ടി ചുരുക്കി. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ വെട്ടി ഈ ഒരു കോലത്തിലാക്കിയെന്നുള്ളത്. അപ്പോൾ ഇത് കാണാത്തൊരു കണ്ടു നോക്കാം. മാല എനിക്ക് തോന്നുന്നു ഗ്രാബ് ബോക്സിന് കിട്ടിയതാണ്. കമ്മൽ ഏതോ ഒരു കടയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വള ബോംബെയിലത്തെ ഒരു കടയിൽ നിന്നാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് മസാബ ബൈ നൈക്ക എന്നുള്ളതിൻ്റെ നീബു പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അത് മാത്രമല്ല ഇത് കൂടാണ്ട് വേറെ വല്ല ടിപ്സ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതും എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.